ബിഗ് ബോസ് രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. ആക്ടിവിറ്റി ഇതാണ്: നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് നന്ദി പറയണമെന്നുണ്ടെങ്കിൽ നന്ദിയും പറയാം. അതുപോലെ നിങ്ങളാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോറി പറയണമെങ്കിൽ സോറിയും പറയാം എന്നായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ അനിമോളെ അങ്ങ് കീറുവാണ് അവളുടെ എല്ലാ ദേഷ്യവും എല്ലാം ഈ ഒരു നിമിഷം അനിമോളോട് തീർത്തിരിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അനിമോളോടാണ് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം ഇന്നലെ തൊട്ടും ഭയങ്കര വഴക്കില്ലായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഓർത്ത് നല്ല കാര്യമായിരിക്കും ഇവൾ പറയാൻ പോണേന്ന്. അനിമോള് ജീവിതത്തിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയാൻ, ഒരാളോട് ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമേ വേറെ രീതിയിൽ പെരുമാറണം എന്ന് അവളെനിക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ട് ഇവൾ പറയാണ്, അനിമോൾ എന്നോട് പിണങ്ങിയ ഞാൻ പല പ്രാവശ്യവും പട്ടി എല്ലുന്നുള്ള ഇവളുടെ പുറകെ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട്, ആരോട് എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ അങ്ങനെ പട്ടിയെ പോലെ ചെല്ലരുത് എന്നവൾ എനിക്ക് പഠിപ്പിച്ചു തന്ന്. ഒരാൾ തെറ്റ് ചെയ്താലും നമ്മളോട് വന്ന് മാപ്പ് പറയുകയാണെങ്കിൽ മിണ്ടാതിരിക്കണം. അത് പഠിപ്പിച്ചു തന്നത് അനിമോളാണ്. അതിനും നന്ദി അനിമോളോട് പറയുകയാണ് അവൾ. ഗെയിമിന് വേണ്ടി അഭിനയിച്ച് നിൽക്കാനും ആക്ടിങ് വളരെ സിമ്പിളാണെന്നും പഠിപ്പിച്ചു തന്നത് എനിക്ക് അനിമോളാണ്. അതിനും അനിമോളെ നന്ദി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവൾ പറഞ്ഞത്, ഒരാളോട് ഫേക്കായിട്ട് എങ്ങനെ നിൽക്കണമെന്ന് പഠിപ്പിച്ചു തന്നതും അനിമോളാണ്. അതേ അനിമോളെ താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങിയാൽ ഒരു ഫ്രണ്ട്ഷിപ്പും ആരോടും ഉണ്ടാകത്തില്ലെന്ന് അവൾ എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് എൻ്റെയിൽ നിന്നും എല്ലാവരും അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. പഠിപ്പിച്ചു തന്നത് അനിമോളാണ് എന്നവൾ പറയുന്നുണ്ട്. അതിനും നന്ദി പറയുന്നുണ്ട് അവൾ. എന്നിട്ട് ഇവൾ പറയാണ്, എന്നും അനിമോൾ പറയും ഞാനിവിടെ ഗെയിം കളിക്കാനാണ് വന്നത്, ഫ്രണ്ട്ഷിപ്പ് കൂടാനല്ലെന്ന്. എന്നിട്ട് ഇന്നലെ ഞങ്ങളോട് മിണ്ടാൻ കാണിച്ച ആ മനസ്സ്, എൻ്റെ പൊന്നു മോളെ നിന്നെ നമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ഇവൾ പറയും. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഒരുപാട് സമയം ബിഗ് ബോസ് തരത്തില്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഭയങ്കര കയ്യടി. ഷാനവാസ് കയ്യടിച്ചില്ല. കാരണം ഷാനവാസാണ് ഇവരെ ഇന്നലെ മിണ്ടിച്ചത്. അതല്ല, ഷാനവാസിന് മനസ്സിലായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത്ര ഇൻസൾട്ട് ചെയ്തതിനും ഒക്കെ ഷാനവാസിന് വിഷമമായിപ്പോയി. ഷാനവാസ് അനങ്ങാതിരുന്നു. കാരണം ഇന്നലെ എല്ലാ പ്രശ്നവും പറഞ്ഞ് തീർത്തിട്ട് അവൾ വീണ്ടും അനിമോളെ കുത്തിയത് ഷാനവാസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നൂറയ്ക്കും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. നൂറയുടെയും മുഖം അങ്ങ് വല്ലാതായി. ബാക്കി എല്ലാവരും അനിമോളെ വലിച്ച് കീറാനായിട്ട് പുറത്തുനിന്ന് വന്നതാണ്. അത് ഇവളും കൂടെ കീറി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ശൈത്യയുടെയൊക്കെ കൈ പൊട്ടിപ്പോയോന്ന് അറിയത്തില്ല, ആ രീതിയിലാണ് അവൾ കൈയടിച്ചത്. ഈ ആദിലെന്നും പറയുന്നവൾ പാമ്പ് വർഗത്തിൽ പോലും കാണത്തില്ല ഇത്രയും കൊടും വിഷമുള്ളത്. അത്ര കൊടും വിഷമുള്ള ഒരു സാധനമാണ് ഈ ആദിലെന്ന് പറയുന്ന ഈ ഒരു സാധനം. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും.